ജയ് ബാലയ്യ. One more movie from the Balaverse. Yes guys, നമ്മുടെ ബാലയെ ഹിമവൽ സ്വാമിയായി തകർത്താടിയ ഒരു സിനിമ അഖണ്ഡ 2. അപ്പൊ പടം തുടങ്ങുമ്പോൾ തന്നെ ഒരു നാട്ടിൽ രണ്ട് ബാലയെ ജനിക്കുന്നതെന്ന് കാണിച്ചുകൊണ്ടാണ്. അത് കണ്ടതും ആ നാട്ടുകാരൊക്കെ രണ്ട് അപരാധങ്ങളിൽ നിന്ന് താങ്കളുടെ കെൽപ്പ് ഞങ്ങൾക്കില്ല എന്നും പറഞ്ഞ് അതിലൊരു ബാലയെ നാട്ടിൽ നിർത്തി മറ്റവനെ ഹിമാലയത്തിലേക്ക് തപസ് ചെയ്യാൻ പോടെ എന്നും പറഞ്ഞ് നാട് കടത്തുകയാണ്. അങ്ങനെ ആ ഗാരു നടന്ന് അങ്ങ് ഹിമാലയത്തിലെത്തി മേത്ത് മൊത്തം അജ്മി പുട്ടുപൊടിയും ഇട്ട് തപസ് ചെയ്ത് ഐസായി മാറി ഹിമവൽ സ്വാമി ആവുകയാണ്. ആൻഡ് ഇപ്പുറത്തെ തെലുങ്ക് ദേശത്താണെങ്കിലോ മറ്റേ ഗാരു നാടിന്റെ രക്ഷകനായി ഇങ്ങനെ നടക്കുകയാവും. രക്ഷിക്കൽ എന്നൊക്കെ പറഞ്ഞാൽ ആ നാട്ടിലൊരു വൻ കഞ്ചാവ് കൃഷി നടക്കുന്നുണ്ടാവും. ആൻഡ് അത് തടയാൻ പോയ ഗവൺമെന്റ് ഓഫീസേഴ്സിനൊക്കെ ആ കഞ്ചാവ് മാഫിയ അവിടെ പിടിച്ച് കെട്ടിവെച്ചിരിക്കുകയാവും. അപ്പൊ അത് അറിഞ്ഞത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടി നേരിട്ട് നമ്മുടെ ഗാർവിന് ഒരു ഫോൺ കോൾ വരികയാണ്. ആൻഡ് ആ വിളി കിട്ടിയതും നരസിംഹം തൂണ് പിളർന്നു വരുന്ന പോലെ നമ്മുടെ ഗാരു ജീപ്പ് കൊണ്ടൊരു മതിലിടിച്ച് പൊളിച്ച് അതിന് ചാടി ഇറങ്ങിയ ജീപ്പ് ബേബ്ലേഡ് പോലെ അവിടെ ഇട്ട് കറക്കുകയാണ്. എന്നിട്ട് ഐസക് ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ പ്രബന്ധങ്ങൾ കയറി കടല പൊതിയാൻ കൊടുത്ത് ഗാരു ആ പറമ്പിൽ ഒരു ചവിട്ടും. അപ്പതാ ഗുണ്ടകളൊക്കെ പന്ത് പോലെ പൊങ്ങി ഇങ്ങനെ ഒരു 10 മിനിറ്റ് നിൽക്കും. ഐസക് ന്യൂട്ടന്റെ തലയിൽ ശരിക്കും ആപ്പിൾ വീണിട്ടുണ്ടോ? ന്യൂട്ടന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം തന്നെ നടന്നിട്ടില്ല. എന്നിട്ട് മൂപ്പര ഗുണ്ടകളെ കൊണ്ട് അവിടെ ബാസ്കറ്റ് ബോൾ കളിക്കും. അങ്ങനെ അവസാനം ആ ബാസ്കറ്റ് ബോൾ കളി കഴിഞ്ഞതും ഗാരുവിന്റെ കിടിലം കൊള്ളിക്കുന്ന ഡയലോഗുകളാണ്. അതായത് ഈ പടം ഒരു പാൻ ഇന്ത്യൻ പടമാണല്ലോ, അതുകൊണ്ട് കർണാടകക്കാരെയും തമിഴന്മാരെയും ഹിന്ദിക്കാരെയും ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി 3 ഭാഷയിലും ഗാരുവിന്റെ വൻ ഡയലോഗ്സ് ആണ്. 3 ആദ്യം കന്നഡ. കർണാടക ഇസ് മൈ ബ്രദർസ് ഹൗസ്. എന്തെന്തുകുണി കന്നഡ വാരികു. ഇനി തമിഴ്. നീ എന്ന മക്കളോட കണ്ണീര തുടക്കി വന്ന വാത്തിയാർ എംജിആറാ. ഇനി ഹിന്ദി. മുംബൈ और महाराष्ट्र का बारे में तेरे बाप से भी ज्यादा जानता हूं मैं. എന്നാലും എന്റെ ബാലേട്ടാ, നിങ്ങൾ ഇത്രയൊക്കെ ഭാഷയിൽ ഡയലോഗ് അടിച്ചിട്ടും നിങ്ങൾ അകം കഴിഞ്ഞ് സ്നേഹിക്കുന്ന മലയാളികളെ മാത്രം നിങ്ങൾ ഒഴിവാക്കി പോയല്ലോ. കടപ്പ, കർണൂൽ, ചിത്തൂർ, അനന്തപൂർ. ഇനി ഇങ്ങനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ഭാര്യ മരിച്ചു പോയ നമ്മുടെ ഗാരു മൂപ്പരുടെ മോളെ പഠിപ്പിച്ച് വലുതാക്കി ഇന്ത്യൻ ആർമിയിൽ ഒരു സയന്റിസ്റ്റുമാക്കി നൈസായി ഇങ്ങനെ പോവുകയാവും. ആൻഡ് ഗാരുവിന്റെ മോൾ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി കണ്ടുപിടിച്ച കണ്ടുപിടുത്തമാണ് എല്ലാ ക്ലൈമറ്റിലും പട്ടാളക്കാർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബയോ ഷീൽഡ്. അതും രാമായണത്തിൽ നിന്ന് എടുത്തത്. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. പിന്നെ ഗാരുവിന്റെ മോളുടെ കണ്ടുപിടുത്തത്തിനൊക്കെ ഫുൾ സപ്പോർട്ട് കൊടുക്കുന്ന ചീഫ് സയന്റിസ്റ്റ് ആണ് നമ്മുടെ സംയുക്ത ഇതിൽ. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗാരുവിന്റെ മോളുടെ ഹാപ്പി ബർത്ത്ഡേ ആവുന്നത്. അപ്പൊ അത് ആഘോഷിക്കാൻ വേണ്ടി അവളും അവളുടെ ഫ്രണ്ട്സും നാട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാവും. ഒപ്പം ഒരു ഐറ്റം ഡാൻസ് കളിക്കാൻ വേണ്ടി നമ്മുടെ സംയുക്തയും. അഭിനയിക്കല്ല, ജീവിക്കാണ് മനുഷ്യൻ. ഇതുപോലെ ഗാരു ജീവിച്ച മറ്റു മുഹൂർത്തങ്ങളും ഈ സിനിമയിലുണ്ട്. അതായത് ഇപ്പോൾ ഗാരുവിന്റെ മോള് നാട്ടിലേക്ക് വന്നിരിക്കുകയാണല്ലോ. അപ്പൊ ഡയറക്ടർ ഗാരുവിനോട് പറയും കുറെ നാളുകൾക്ക് ശേഷം മോളെ കാണുന്നതാണ്, അപ്പൊ ഒന്ന് ഷോക്കായി നിൽക്കാൻ വേണ്ടി. അത് കേട്ടതും ഗാരു മരം വിഴുങ്ങിയ പോലെ ഇങ്ങനെ നിൽക്കും. ഇതാണ് ഡയറക്ടേഴ്സ് ആക്ടർ എന്നൊക്കെ പറഞ്ഞാൽ അതേപോലെ അങ്ങ് ചെയ്യും. എന്നാൽ ഇവനെ സമ്മതിക്കണം, ഉരുക്കുപോലെ നിന്നുകള. സോ ഗൈസ്, അങ്ങനെ തന്റെ മോളുടെ ബർത്ത്ഡേ നന്നായി ഒന്ന് ആഘോഷിക്കാൻ വേണ്ടി നമ്മുടെ ഗാരുവും ഗാരുവിന്റെ മോളുടെ ചീഫ് സംയുക്തയും കൂടി ഒരു ഐറ്റം ഡാൻസ് കളിക്കാൻ പോകും. തൊടനാട്ട് നിന്നാ ഇനി ഡാൻസും പാട്ടൊന്നും പോരഞ്ഞിട്ട് അതിന്റെ ഇടയിൽ ഗാരുവിന്റെ മ്യൂസിക്കൽ ചെയർ പരിപാടിയും ഉണ്ട്. അതിനുശേഷം ഗാരുവിന്റെ നിറം മാറി നൃത്തം. ഇത് നിറം മാറി പക്ഷേ ഓരോ ദിവസവും ഇതിന് ഓരോ നിറമായിരിക്കും. അപ്പൊ ഇവരിങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ ആയി നൈസായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങ് ഇന്ത്യ ചൈനീസ് അതിർത്തിയിൽ അത് സംഭവിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ ഒരു ചൈനീസ് പട്ടാള ജനറലിന്റെ മോനെ ഒരു ഇന്ത്യൻ പഞ്ചാബി പട്ടാളക്കാരൻ കൂമ്പിനിട്ട് ഇടിയിടിച്ച് പടമാക്കി കളയും. അതോടുകൂടി ആ ചൈനീസ് പട്ടാള ജനറലിന് തന്റെ മോനെ പടമാക്കിയ ഇന്ത്യയുടെ പുക കണ്ടേ അടങ്ങുമെന്ന് പറഞ്ഞ് ഇന്ത്യയെ തീർക്കാനുള്ള ഐഡിയയും ചോദിച്ച് ഇന്ത്യയെ തകർക്കാൻ വേണ്ടി റിസർച്ച് ചെയ്യുന്ന മൂപ്പരുടെ സീനിയർ ഓഫീസറിന്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പൊ ഇന്ത്യയെ തകർക്കാനുള്ള റിസർച്ച് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, വല്ല പുതിയ മിസൈലും ആറ്റം ബോംബും ആയിട്ടാകുമെന്നല്ലേ? ബട്ട് അല്ല ഗൈസ്, അവൻ ചെയ്യുന്ന റിസർച്ചാണ് ഭഗവത്ഗീത ചൈനീസ് പരിഭാഷ പാരായണം. അപ്പൊ അവരിത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്ത്യ ഇങ്ങനെ വളർന്നു വലുതാവുന്നതിന്റെ കാരണം അവരുടെ ദൈവ വിശ്വാസമാണത്രേ.
അപ്പൊ ഇന്ത്യയെ തകർക്കണമെങ്കിൽ അവരുടെ ദൈവവിശ്വാസം തകർക്കണം. സോ അങ്ങനെ ഇന്ത്യക്കാരുടെ ദൈവവിശ്വാസം തകർക്കാൻ വേണ്ടി ചൈനക്കാർ ഒരു നമ്പർ ഇറക്കുകയാണ്. അതെന്താന്ന് വെച്ചാൽ ആ ചൈനക്കാര് വില്ലന്മാര് നമ്മുടെ കുംഭമേള നടക്കുന്ന സമയത്ത് മുൻ ഇന്ത്യൻ മന്ത്രിയുടെ മക്കളായ റോൺസനെയും സൈറസിനെയും വെച്ച് നമ്മുടെ ഗംഗാ നദിയില് ഭക്തര് കുടിക്കുന്ന സമയത്ത് ഒരു വൈറസിനെ കൂടഴിച്ചു വിടും. അതോടുകൂടി ഇന്ത്യയിൽ മൊത്തം ആ വൈറസ് സ്പ്രെഡ് ആയ ആൾക്കാരൊക്കെ കിടപ്പിലാവുകയാണ്. അതോടെ വില്ലന്മാര് കണ്ട ദൈവമൊന്നുമില്ല, ഉണ്ടെങ്കിൽ കുംഭമേളയിൽ ഈ വൈറസ് സ്പ്രെഡ് ആവില്ലല്ലോ എന്നും പറഞ്ഞ് AC നിറ്റുന്ന വെള്ളം വരെ പുണ്യാഹമാണെന്നും പറഞ്ഞ് കുടിക്കുന്ന ഇന്ത്യക്കാരുടെ വിശ്വാസം കളയുകയാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗാർവിന്റെ മോള് വെറും മണിക്കൂറുകൾ കൊണ്ട് ആ വൈറസിനെ ഇല്ലാതാക്കാനുള്ള പുതിയ പച്ച നിറത്തിലുള്ള കൊഴുത്ത് ഡമ്മസ് പോലെ ഒരു വാക്സിൻ കണ്ടുപിടിക്കുന്നത്. ആ വിവരം അറിഞ്ഞതും നമ്മുടെ റോൺസണും ടീംസും അവളെ കൊന്ന വാക്സിൻ എടുക്കാൻ വേണ്ടി ഇന്ത്യൻ ആർമിയുടെ ലാബിലേക്ക് വന്ന് വൻ വെടിവെപ്പാണ്. മാത്രമല്ല ആ വെടിവെപ്പിൽ ഇനി ഐറ്റം ഡാൻസിന് സ്പേസ് ഇല്ല എന്നും പറഞ്ഞ് നമ്മുടെ പാവം പിടിച്ച് സംയുക്തേന വരമ്മമാര് വെടിവെച്ച് കൊന്നുകളയും. അതോടുകൂടി ഗാർവിന്റെ മോള് ആ ഡൊമറ്റ്സിന്റെ കുപ്പിയും പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അപ്പൊ ഈ ഓട്ടമൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവൾ അടുത്തുള്ള അങ്ങാടിയിലേക്കാണ് ഓടിയതെന്ന്. പക്ഷെ അല്ല ഗൈസ്, ഇവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടി അങ്ങ് ഹിമാലയത്തിലെത്തും. പിന്നാലെ വണ്ടിയും വിളിച്ച് റോൺസണും ടീംസും അങ്ങനെ റോൺസണും ടീംസും പിന്നാലെ ഓടി ഗാർവിന്റെ മോളെ ഹിമാലയത്തിൽ വെച്ച് പിടിക്കുകയാണ്. ആൻഡ് ആ കാര്യം തന്റെ ഉൾക്കാഴ്ചയിൽ കണ്ട ഹിമാലയത്തിൽ ഐസായിരിക്കുന്ന ഹിമവൽ സ്വാമി ആ ഐസ് മൊത്തം പൊട്ടിച്ച് കളഞ്ഞ് ഒരു ഉൽക്കേന്റെ മേലെ കയറി മോളൂട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ആ സ്ഥലത്തേക്ക് വരികയാണ്. എന്നിട്ട് മൂപ്പര ഗുണ്ടകൾക്കിട്ട് 4 ഡയലോഗാണ്. ഇവന്റെ വായിലെന്തൊരു ഡയലോഗ് ക്യൂ നിൽക്കുന്ന പുറത്ത് ചാടാൻ വേണ്ടിട്ട്. അങ്ങനെ ഈ ഡയലോഗ് അടി കഴിഞ്ഞതും തന്റെ അനിയന്റെ മോളെ കുറെ കാലത്തിന് ശേഷം കണ്ട സന്തോഷത്തിൽ ഈ അപ്പുപ്പൻ അവിടെ നിൽക്കുന്ന ഒരു ഗുണ്ടേനെ തല കീഴെ കയ്യിലെടുത്ത് ഗാർവിന്റെ മോളെ ഒന്ന് ഒഴിഞ്ഞിടും. പിന്നീട് അവിടെ നടന്നത് തൃശൂലവും വെച്ചുള്ള ഗാർവിന്റെ ടിപ്പിക്കൽ അപരാധമാണ്. അതായത് ഇങ്ങനെ ഗുണ്ടകളെയൊക്കെ കൊല്ലാൻ വേണ്ടി ആ തൃശൂലം എടുത്ത് തന്റെ കഴുത്തിലിട്ട് കറക്കി ഒരു മിക്സി പോലെ അവിടെയുള്ള ഗുണ്ടകളെ കരിഞ്ഞിടും. പിന്നെ ഒരുത്തനെ കുത്തിയെടുത്ത് ടേബിൾ ഫാൻ പോലാക്കി കറക്കി കളിക്കും. അങ്ങനെ ഇതൊക്കെ കണ്ടതും വെടിവെച്ചിടുന്ന അപരാധത്തിനെന്ന് പറഞ്ഞ് ആ ഗുണ്ടകളൊക്കെ നമ്മുടെ ഹിമവൽ സ്വാമിനെ ചറപ്പറ എന്ന് പറഞ്ഞ് വെടിവെക്കുകയാണ്. പക്ഷെ ആ ഉണ്ടകളുണ്ടോ സ്വാമിയുടെ മേത്ത് കൊള്ളുന്നു. മൂപ്പരുടെ തൃശൂലം കറക്കി ആ ഉണ്ടകളൊക്കെ തട്ടിക്കളയുകയാണ്. വായിക്കാത്ത കയറിയിരുന്ന് വെടിവെച്ചാലേ ശരിയാവും. അവസാനം ആ വെടിവെച്ചവന്മാരുടെ തോക്ക് വരെ പിടിച്ച് വളച്ചൊടിച്ച് കളയും. അങ്ങനെ ഇതിനൊക്കെ ശേഷം ഹിമവൽ സ്വാമി നമ്മുടെ റോൺസനെ കുത്തിയെടുത്ത് എറിഞ്ഞു കൊല്ലുകയാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്താ ഇവിടെ ഉണ്ടായെന്ന് അറിയാൻ വേണ്ടി സൈറസ് അങ്ങോട്ടേക്ക് പോയി നോക്കുന്നത്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് അൽഫാം കരിഞ്ഞ പോലെ ഒരു ഐറ്റം വരുന്നത്. എന്നിട്ട് അയാൾ പറയും, എടാ ഇതൊക്കെ മറ്റു ബാലയുടെ പണിയാണ്, മാത്രമല്ല നിന്റെയൊക്കെ മുൻ മന്ത്രിയായ ഡാഡി ഇല്ലേ, അയാളെയും കൊന്നത് ഗാരുവാണെന്ന് പറഞ്ഞ് ഒരു ഫ്ലാഷ് ബാക്ക് അങ്ങ് പറയാൻ തുടങ്ങും. അതെന്താന്ന് വെച്ചാൽ പണ്ട് മന്ത്രിയായിരുന്ന റോൺസന്റെ സൈറസിന്റെ ഡാഡി അയാളുടെ ശത്രുവായ മന്ത്രിയെ ഒതുക്കാൻ വേണ്ടി ഒരു കൂടോത്രം ചെയ്യാൻ വേണ്ടി കരിഞ്ഞ അൽഫാമിന്റെ അടുത്തേക്ക് വരും. എന്നിട്ട് അവരെ കൂടോത്രത്തിന് വേണ്ടി കുറെ പിള്ളേരെ ബലി കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാവും. ആ സമയത്താണ് നമ്മുടെ ഹിമവൽ സ്വാമി അങ്ങോട്ടേക്ക് പാറി വന്ന് ബലി കൊടുക്കുന്നോടെ നായിന്റെ മോനെ എന്ന് പറഞ്ഞ് ആ മന്ത്രിനെ തൃശൂലം വെച്ച് 2 കുത്തുകുത്തി കൊന്നു കളയുന്നത്. അതിനുശേഷം അവിടെയുള്ള കുറച്ച് മന്ത്രവാദികളെ എടുത്ത് ഒരു കമ്പിയിൽ കുറച്ചു നേരം ഇങ്ങനെ ഇട്ട് കറക്കും. അത് കഴിഞ്ഞ് അവിടെ നിലത്ത് കിടന്ന 2 തലയോട്ടി എടുത്ത് ബോക്സിംഗ് ഗ്ലൗസ് പോലെ ഇട്ട് ബാക്കി മന്ത്രവാദികളൊക്കെ ഇടിച്ചിട്ട് അവസാനം മറ്റവനെ എടുത്ത് തൂക്കി അടുപ്പിലിട്ട് അൽഫാമാക്കി എടുക്കും. അങ്ങനെ അതോടുകൂടി ഈ കരിഞ്ഞ അൽഫാമും സൈറസും കൂടി ഒരുമിക്കുകയാണ് നമ്മുടെ ഗാരുവിനെ പൂട്ടാൻ വേണ്ടി. ഇതേ സമയം ഗാരു ആണെങ്കിലോ നാട്ടിലെ വിശ്വാസം പോയ ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തി കൊണയടിച്ച് വിശ്വാസം തിരിച്ചു വരുത്തിക്കൊണ്ടിരിക്കുകയാവും. എന്റെ പൊന്നുമക്കളെ, മച്ചിത്ത മൽഗത പ്രാണ എന്ന് വെച്ചാൽ പശുവിന്റെ പാൽ നമ്മൾ കുടിക്കുന്നു, പക്ഷെ നമ്മുടെ പാൽ പശു കുടിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ ഗാരുവിന്റെ മോളെ രക്ഷിച്ച് നാട്ടിലെത്തിക്കാൻ വേണ്ടി ഇന്ത്യൻ ആർമി ഒരു ഹെലികോപ്റ്റർ വിടുന്നത്. അത് കണ്ടതും മറ്റു വില്ലന്മാരുടെ ടീംസ് ആ ഹെലികോപ്റ്റർ ഒരു ബോംബിട്ട് തകർത്ത് കളയും. ആൻഡ് ആ ഹെലികോപ്റ്ററിന്റെ റോട്ടർ ബ്ലേഡ് പൊട്ടി നേരെ ഗ്രാമത്തിലെ ജനങ്ങളുടെ മേത്തേക്ക് വീഴാൻ നിൽക്കുമ്പോഴാവും നമ്മുടെ ഗാരു അത് ചാടി പിടിച്ചൊരു ഫിഡ്ജറ്റ് സ്പിന്നർ പോലെ ഇട്ട് കറക്കി കളിക്കും. അങ്ങനെ അത് കഴിഞ്ഞതും ആ സ്ഥലത്ത് ആ കരിഞ്ഞ അൽഫാമും ഹിമവൽ സ്വാമിയും കൂടി ആ പറമ്പിൽ കിടന്ന് പൊരിഞ്ഞടിയാണ്.
അവസാനം ഇതൊക്കെ കണ്ട് ഹനുമാൻ വരെ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് ഇതൊന്നും നിർത്തണമെന്നും പറഞ്ഞ് ഹനുമാന്റെ ഗദ ഗാരുവിന് കൊടുക്കുകയാണ്. ഗാരു ആണെങ്കിലോ ആ ഗദ എടുത്ത് അൽഫാമിന്റെ പള്ളക്ക് കുത്തിക്കയറ്റി അവനെ എടുത്ത് നിലത്ത് അറിഞ്ചും പൊറഞ്ചും അടിക്കും. എന്നിട്ട് മൂപ്പരുടെ ഹാർട്ട് ബീറ്റ് നോക്കി അവൻ ചത്തില്ലെന്ന് മനസ്സിലായതും പിന്നെയും അവനെ എടുത്ത് അടിച്ചടക്കി കൊന്നുകളയും. അപ്പൊ ഇവിടെ ഹിമാലയത്തിൽ ഇമാതിരി അപരാധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഗാരുവിന്റെ മമ്മി പടമാവുന്നത്. അപ്പൊ ഒരു മൂത്ത മോൻ എന്ന നിലയ്ക്ക് ഹിമവൽ സ്വാമി വേണമല്ലോ ചിത കത്തിക്കാൻ വേണ്ടി. പക്ഷെ അങ്ങേരെ അവിടെ ഹനുമാന്റെ ഗതയും കൊണ്ട് വൻ ബിസിയാണല്ലോ. സോ മൂപ്പർക്ക് പകരം മൂപ്പരുടെ വേഷവും കെട്ടി ഒരാൾ അങ്ങോട്ടേക്ക് പോയി ആ കർമ്മങ്ങളൊക്കെ ചെയ്തു വരികയാണ്. അത് മറ്റാരുമല്ല ഗൈസ്, ശിവൻ. യെസ് ഗൈസ്, മറ്റേ ഗാരു ഇവിടെ ബിസി ആയിട്ട് വന്ന് ചെയ്തതാണ് പോലും. എടാ നിനക്കൊക്കെ ശിവകോപം കിട്ടുമടാ ഇങ്ങനെ ഓരോന്ന് പടച്ചു വിട്ടാൽ. ആൻഡ് അത് കഴിഞ്ഞതും അങ്ങ് ഹിമാലയത്തിൽ ഹിമവൽ സ്വാമിയെ ഗാരുവിന്റെ മോളെയും വാക്സിനെയും പട്ടാളത്തിന് ഏൽപ്പിച്ച് നിങ്ങൾ പോയി വാക്സിൻ ഉണ്ടാക്കി നാട്ടുകാരെ രക്ഷിക്കാൻ നോക്ക്, ഞാൻ ഒറ്റയ്ക്ക് പോയി ചൈനക്കാരോട് യുദ്ധം ചെയ്തോളാം എന്ന് പറയുകയാണ്. உங்க பாஷையில சொல்லணும்னா സർജിക്കൽ സ്ട്രൈക്ക്. എന്നിട്ട് മൂപ്പരൊരു പാറ്റേൺ ടാങ്കും എടുത്ത് നേരെ ചൈനീസ് മിലിറ്ററി ക്യാമ്പിലേക്ക് പോയി 4 വെടി വെച്ച് പുറത്തിറങ്ങി വട എന്ന് പറഞ്ഞ് വൻ ഡയലോഗാണ്. ഞങ്ങളുടെ രാമായണത്തിൽ നിന്നാണ് നിങ്ങൾ ടെക്നോളജി ഒക്കെ കണ്ടുപിടിച്ചെന്നും പറഞ്ഞ്. ഏതൊരു സാങ്കേതിക വിദ്യയും ഞങ്ങളുടെ ദൈവത്തിന്റെ വേദജ്ഞാനത്തിൽ നിന്നും പിറവിയെടുത്തതാണെന്ന് അറിയില്ലേ? സമുദ്രത്തിന് കുറുകെ പാലം കെട്ടിയ ചരിത്രം ഭാരതീയർക്ക് സ്വന്തമെന്നറിയില്ലേ? അത് കഴിഞ്ഞതും അവിടെ ഒരു 1000 ചൈനീസ് പട്ടാളക്കാരുടെ ഒത്ത നടുക്ക് നിന്ന് നമ്മുടെ ഗാരുവിന്റെ അഴിഞ്ഞാട്ടമാണ്. ഇനിയിപ്പം വേറൊന്നും ആലോചിക്കാനില്ല. വേഗം സ്ഥലം കാര്യാക്കി കൊടുക്കുക. പിടിച്ചു നിൽക്കാൻ പറ്റണവര് പിടിച്ചു നിൽക്കുക, അല്ലാത്തവര് മടങ്ങുക. അവസാനം ഇതിനെ പൂട്ടാൻ മനുഷ്യന്മാരെയും കൊണ്ടൊന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കിയ ചൈനീസ് ആർമി ചീഫ് കുറച്ച് സൂപ്പർ സോൾജേഴ്സിനെ ഇറക്കുകയാണ്. പക്ഷേ ഈ സൂപ്പർ സോൾജേഴ്സിനൊക്കെ ഇറക്കിയത് മാത്രമേ അവന്മാർക്ക് ഓർമ്മയുള്ളൂ. അവന്മാര് നിലത്ത് കാലുകുത്തിയതും നമ്മുടെ ഗാരു അവന്മാരെയൊക്കെ തൃശൂലത്തിൽ കയറ്റി കൊട കറക്കുന്ന പോലെ കറക്കി കളിക്കും. അതിനുശേഷം ഗാരു സ്പ്ലിറ്റ് ആയി വന്ന് പഞ്ചാപരാധം കാണിക്കുകയാണ്. അതായത് 5 ഗാരുവിന്റെ അപരാധം. അങ്ങനെ ആ സൂപ്പർ സോൾജേഴ്സിനെ മൊത്തം കുത്തിക്കൊന്ന് അവസാനം ആ ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്ത് ഗാരുവും ശിവനും കൂടി ശിവതാണ്ഡവം കളിച്ച് ആ ചൈനീസ് മിലിറ്ററി ചീഫിനൊക്കെ പൊക്കിയെടുത്ത് കുത്തി കൊല്ലുകയാണ്. ലാസ്റ്റ് അപരാധമൊക്കെ കണ്ട് ആ വില്ലൻ സൈറസ് നമ്മുടെ ഗാരുവിനെ നോക്കി തൊഴുത് ഇങ്ങനെ നിൽക്കും. പിറ്റേന്ന് ചക്രം കിട്ടിട്ടോ, എന്ത് പരമവീര ചക്രടോ. അങ്ങനെ അവസാനം നമ്മുടെ ഗാരു വിദൂരതയിലേക്ക് നടന്നു നീങ്ങുകയാണ്. Shortly afterwards, we saw him heading straight towards the mountains. And here he's heading off into the interior of the vast continent. പടം കഴിഞ്ഞ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBI5, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, 5 അർജുനൻ, ബലറാം, വസിതാരദ, ലൈ ലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻ റേ കമ്പകൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്ര കണ്ണൂർ രാജകുമാർ, നവനൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.